നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക മന്ത്രാലയം വേണമെന്ന് മുൻ കേന്ദ്രമന്ത്രി ഒ രാജഗോപാൽ. ഭാരതീയ മത്സ്യപ്രവർത്തക സംഘം സംസ്ഥാന സമ്മേളനത്തിന് സമാപനം. കേബിൾ ടിവി ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മ CCN കേബിൾ വരിക്കാർക്കായി നടത്തിയ സമ്മാന പദ്ധതി നറുക്കെടുത്തു. വിജയികളുടെ പ്രഖ്യാപനം നടന്നു. ബേക്കൽ ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിന് തുടക്കം. മത്സരത്തിൽ മാറ്റുരയ്ക്കാനെത്തിയത് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ. കേരള പോലീസ് പെൻഷനേഴ്സ് എംപ്ലോയീസ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തനം തുടങ്ങി. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ ജില്ലാതല അധ്യാപക കലാമേളയ്ക്ക് സമാപനം. കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡ് സ്ഥലം കയ്യേറിയവർക്കെതിരെ നടപടി വേണമെന്ന് CPI കാഞ്ഞങ്ങാട് ലോക്കൽ സമ്മേളനം. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനത്തിന്റെ ഭാഗമായി പെരിയയിൽ ഒരുക്കിയ ഫോട്ടോ പ്രദർശനം ശ്രദ്ധേയമായി. പത്താമുദയ ഉത്സവം നാടെങ്ങും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. മുളവന്നൂർ ഭഗവതിക്ക് നിറപറ സമർപ്പിക്കാൻ കർഷകരെത്തി. വാർത്തകൾ വിശദമായി. ഭാരതീയ മത്സ്യപ്രവർത്തക സംഘം സംസ്ഥാന സമ്മേളനത്തിന് കാഞ്ഞങ്ങാട്ട് സമാപനം. പരമ്പരാഗത മീൻപിടുത്തക്കാർക്കായി പ്രത്യേക മന്ത്രാലയം വേണമെന്ന് മുൻ കേന്ദ്രമന്ത്രി ഒ രാജഗോപാൽ പറഞ്ഞു. 2 ദിവസങ്ങളിലായി നടന്ന മത്സ്യപ്രവർത്തക സഹകരണ സംഘം സംസ്ഥാന സമ്മേളനത്തിന് കാഞ്ഞങ്ങാട്ട് സമാപനം. UPA സർക്കാർ രൂപം നൽകിയ മീനാകുമാരി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കരുതെന്ന് സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മേലാങ്കോട്ട് SS കലാമന്ദിരത്തിൽ വെച്ച് നടന്ന സമ്മേളനം മുൻ കേന്ദ്രമന്ത്രി ഒ രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഇത് വലിയൊരു വിഭാഗം ജനങ്ങളുടെ ജീവിത പ്രശ്നം കൂടി, അവർക്ക് അവരുടെ ഉപജീവനത്തിൻ്റെ മാർഗം കടലുമായി നല്ലിട്ടുകൊണ്ട് കടലിൽ പോയി ആ ജീവൻ തന്നെ വലിയ വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട് അവർക്ക് ഉപജീവനം നടത്തേണ്ടത്. അവർക്ക് വേണ്ട ഒരു മാന്യമായ വരുമാനം, ജീവിത സാഹചര്യങ്ങൾ ഉറപ്പുവരുത്തുന്ന കാര്യത്തിൽ ഗവൺമെന്റിന് പ്രത്യേകമായ കടമയുണ്ട്. അതിന് വളരെ പ്രാമുഖ്യം നൽകേണ്ട ആവശ്യമുണ്ട്. ഇന്ന് നാം കാണുന്നു, കുറെ കാലത്ത് മഴക്കാലമായാൽ കടലിൽ പോകാൻ പറ്റില്ല, ദാരിദ്ര്യത്തിന്റെ സാഹചര്യമാണ്. തീരങ്ങളുടെ സംരക്ഷകരാണ് നമ്മുടെ മത്സ്യത്തൊഴിലാളികളെന്ന് ഒ രാജഗോപാൽ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾക്ക് മാന്യമായ വരുമാനം ഉറപ്പുവരുത്തേണ്ടത് സർക്കാരിന്റെ കടമയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് K പ്രദീപ് കുമാർ അധ്യക്ഷനായി. T രവിതന്ത്രി കുണ്ടാർ, A വേലായുധൻ, PR ശശിധരൻ, A ഗോപാലകൃഷ്ണൻ, ON ഉണ്ണികൃഷ്ണൻ, K പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി K രജനീഷ് ബാബു സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റായി അഡ്വക്കേറ്റ് V പത്മനാഭനെയും സെക്രട്ടറിയായി K രജനീഷ് ബാബുവിനെയും സമ്മേളനം തെരഞ്ഞെടുത്തു. കേബിൾ TV ഓപ്പറേറ്റർമാരുടെ സംയുക്ത സംരംഭമായ CCN കേബിൾ വരിക്കാർക്കായി ഓണത്തോടനുബന്ധിച്ച് നടത്തിയ നറുക്കെടുപ്പിന്റെ വിജയികളെ പ്രഖ്യാപിച്ചു. സെറ്റ് ടോപ്പ് ബോക്സ് ഘടിപ്പിച്ച കേബിൾ വരിക്കാർക്ക് വേണ്ടിയാണ് നറുക്കെടുപ്പ് നടന്നത്. സെറ്റ് ടോപ്പ് ബോക്സ് ഘടിപ്പിച്ച കേബിൾ വരിക്കാർക്കായാണ് കൊളീഗ്സ് കേബിൾ പ്രൈവറ്റ് ലിമിറ്റഡ് നറുക്കെടുപ്പ് ഏർപ്പെടുത്തിയത്. ശനിയാഴ്ച ഉദുമയിൽ വെച്ച് DYSP ഹരിശ്ചന്ദ്ര നായിക്ക് നറുക്കെടുത്ത് വിജയികളെ പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ട നമ്പറുകൾ ഇനി പറയുന്നു. ഒന്നാം സമ്മാനം സ്കൂട്ടി. സമ്മാനാർഹമായ നമ്പർ K14D 01700991 ജാനു സാറ്റ്കോം കേബിൾ വിഷൻ. രണ്ടാം സമ്മാനമായ ഫ്രിഡ്ജ്. സമ്മാനാർഹമായ നമ്പറുകൾ KL14A 019012 മുഹമ്മദ് അലി ഹൈടെക് കേബിൾ വിഷൻ. KL14B 01200030 വിനയ് പറശ്ശിനി കേബിൾ നെറ്റ്വർക്ക്. KL14D 002019 വിജയൻ ശ്രീനെറ്റ് കേബിൾ വിഷൻ. മൂന്നാം സമ്മാനമായ വാഷിംഗ് മെഷീൻ. സമ്മാനാർഹമായ നമ്പറുകൾ KL14C 014019 മൻസൂർ സിറ്റി വിഷൻ കേബിൾ നെറ്റ്വർക്ക്. K14E 006069 ബാലകൃഷ്ണൻ സ്റ്റാർ കേബിൾ. KL14F 048075 MP രാഘവൻ ക്ലാസിക് വിഷൻ എന്നിവയാണ്. സ്ത്രീ ശാക്തീകരണത്തിലൂടെ കുടുംബ ശാക്തീകരണമാണ് ജനശ്രീയുടെ ലക്ഷ്യമെന്ന് ജനശ്രീ മിഷൻ കേന്ദ്ര കമ്മിറ്റി ചെയർമാൻ MM ഹസൻ പറഞ്ഞു.
ജനശ്രീ മിഷൻ ജില്ലാ നേതൃത്വ ക്യാമ്പ് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിഷരഹിത ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള വിവിധ പദ്ധതികൾ ജനശ്രീ ഏറ്റെടുത്ത് നടപ്പിലാക്കും. 1,00,000 അംഗങ്ങൾക്ക് പച്ചക്കറി വിത്തുകൾ നൽകും. ജനശ്രീ സംസ്ഥാന സമ്മേളനം 2015 ഫെബ്രുവരിയിൽ കണ്ണൂരിൽ നടത്തുമെന്നും ഹസൻ കൂട്ടിച്ചേർത്തു. അതുപോലെ തന്നെ ജനശ്രീ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ഈ കുടുംബ വരുമാനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ തന്നെ കുടുംബ ഭദ്രത, കുടുംബക്ഷേമം മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, എല്ലാ ജില്ലകളിലും കുടുംബശ്രീ യാത്ര നടത്തി. ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമല്ലേ ഓരോ കുടുംബത്തിനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അന്തരീക്ഷത്തിൽ സ്ത്രീകളോടുള്ള ക്രൂരത, കുട്ടികളോടുള്ള ക്രൂരത, അതുപോലെ തന്നെ അക്രമങ്ങൾ, വയലൻസ്, ഈ സ്വത്തിന്റെ പേരിൽ മറ്റു പല കാരണങ്ങളുടെ പേരിൽ കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ കൊലപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്യുന്ന കുടുംബ ഛിദ്രങ്ങൾ, ഇതിനെതിരായിട്ടുള്ള ഒരു വലിയ ശക്തമായ മൂവ്മെന്റ് നമ്മൾ ആരംഭിച്ചു. ജില്ലാ ചെയർമാൻ കെ നീലകണ്ഠൻ അധ്യക്ഷനായിരുന്നു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ മുഖ്യാതിഥിയായിരുന്നു. KPCC വൈസ് പ്രസിഡന്റ് ഭാരതീപുരം ശശി മുഖ്യപ്രഭാഷണം നടത്തി. KPCC ജനറൽ സെക്രട്ടറി KP കുഞ്ഞിക്കണ്ണൻ, ജനശ്രീ സംസ്ഥാന ട്രഷറർ ലതിക സുഭാഷ്, അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, അർജുനൻ തായിലങ്ങാടി എന്നിവർ സംസാരിച്ചു. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സീനിയർ ടെക്നിക്കൽ ഓഫീസർ ഡോക്ടർ K മണികണ്ഠൻ, തിരുവനന്തപുരം KMFL CEOTO ലൂക്കോ, MB ബാബുമോഹൻ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബേക്കൽ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് തുടക്കമായി. ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ശാസ്ത്രോത്സവം നടക്കുന്നത്. ബേക്കൽ ഉപജില്ലയിലെ 64 വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് ശാസ്ത്രോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയത്. ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ, UP വിഭാഗങ്ങളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത്. ശാസ്ത്രോത്സവം E. ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. ഈ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് വളരെ ബോധപൂർവം ഈ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഇത്തരം പ്രതിഭകളെ കണ്ടെത്തുന്നതിന് വേണ്ടി തന്നെയാണ്. ഇന്ന് നമ്മുടെ ശാസ്ത്രം വളരെയേറെ വികസിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം. ശാസ്ത്ര സംബന്ധമായ വിഷയങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി തലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ലോകത്താകമാനം നടക്കുന്ന ശാസ്ത്ര സംബന്ധമായ വിഷയങ്ങളെ കുറിച്ച് കൂടുതൽ വായിക്കാനും നേരിട്ട് കണ്ടറിയാനും നമ്മുടെ പുതിയ മാധ്യമങ്ങളെല്ലാം ഉപയോഗിക്കുന്ന കാലഘട്ടമാണ്. മംഗളയാൽ നിങ്ങളെ എല്ലാവരുടെയും മുമ്പിൽ ശാസ്ത്രോത്സവത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ മുമ്പിൽ തീർച്ചയായും അതൊരു വലിയ പ്രശ്നമായി നിലനിൽക്കുന്നുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ആജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP നസീമ ടീച്ചർ അധ്യക്ഷയായി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ, മെട്രോ മുഹമ്മദ് ഹാജി, A. ഹമീദ് ഹാജി, മടിക്കൈ കമാരൻ, P. മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ, ഡോക്ടർ MA അബ്ദുൽ ഹഫീഫ്, MBM അഷ്റഫ്, DO സൗമിനി കല്ലത്ത്, AO K. രവിവർമ്മൻ, PTA പ്രസിഡന്റ് ഖാലിദ് C. പാലക്കി തുടങ്ങിയവർ സംസാരിച്ചു. ജനറൽ കൺവീനർ UR ഉഷാകുമാരി സ്വാഗതവും ജോയിന്റ് കൺവീനർ കുഞ്ഞാമിന നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. 10-ാം ഉദയത്തിന് ദേവസ്ഥാനങ്ങളിലും തറവാടുകളിലും നിറപുത്തരി ഉത്സവം നടന്നു. മുളവന്നൂർ ഭഗവതിക്ക് മുന്നിൽ നിറപറ സമർപ്പിച്ച് കർഷകർ മടങ്ങി. കാർഷിക സംസ്കൃതിയുടെ സ്മൃതികൾ ഉണർത്തി അത്യുത്തര കേരളത്തിൽ 10-ാം ഉദയ ചടങ്ങുകൾ ഭക്തിയുടെ നിറവിൽ ആഘോഷിച്ചു. തറവാടുകളിലും ദേവസ്ഥാനങ്ങളിലും കാരണവന്മാരുടെയും ക്ഷേത്രസ്ഥാനികരുടെയും കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. കാലാവസ്ഥ പ്രതികൂലമായിട്ടും മികച്ച വിളവ് ലഭിച്ചതിന്റെ ആഹ്ലാദവുമായി കർഷകർ ദേവീദേവന്മാർക്ക് മുന്നിൽ നിറപറ സമർപ്പിക്കുകയുണ്ടായി. ഐതിഹ്യ സമ്പന്നമായ പുല്ലൂർ പള്ളയിൽ കണ്ണച്ചൻ ദേവസ്ഥാനത്ത് നിറപറ സമർപ്പണ ചടങ്ങുകൾ നടന്നു. 10-ാം ഉദയ ചടങ്ങുകളിൽ പങ്കെടുക്കാനായി നാടിന്റെ നാനാഭാഗത്തു നിന്നും കർഷകർ പള്ളയിൽ കണ്ണച്ചൻ ദേവസ്ഥാനത്ത് എത്തിച്ചേർന്നു. കൃഷിയിടങ്ങളുടെ സംരക്ഷകയും പ്രധാന ആരാധനാമൂർത്തിയുമായ മുളവന്നൂർ ഭഗവതിക്ക് മുന്നിൽ നിറപറ വച്ച് അളക്കാൻ നിരവധി കർഷകരെത്തി. വിളവിന്റെ ഒരു ഭാഗം മാറ്റിവെച്ച കർഷകർ 10-ാം ഉദയ ദിവസമായ തിങ്കളാഴ്ച രാവിലെ ദേവസ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു. കൃഷിയിടങ്ങൾക്ക് തുണയേകുന്ന ഭഗവതിക്ക് മുന്നിൽ പ്രാർത്ഥിച്ച് നിറപറ സമർപ്പിച്ച ശേഷമാണ് അവർ മടങ്ങിയത്. ശ്രീരാമമോദരം പടിത്താരുടെയും സത്യനാരായണ മധുരം പടിത്താരുടെയും കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. പള്ളയിൽ കുറുപ്പും ചന്തുകുട്ടി വെളിച്ചപ്പാടും ഉൾപ്പെടെയുള്ള ആചാരസ്ഥാനികരും ചടങ്ങുകൾ പങ്കെടുക്കാനെത്തിയിരുന്നു. ക്യാമറമാൻ ദിനേശോടൊപ്പം അനിൽ പുളിക്കാൽ, ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. എഞ്ചിനീയറിംഗ് ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് കേരള എഞ്ചിനീയറിംഗ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന വാർഷിക കൌൺസിൽ സമ്മേളനം ആവശ്യപ്പെട്ടു. കാസർഗോഡ് ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിലാണ് സമ്മേളനം നടന്നത്. വിവിധ വകുപ്പുകളിൽ എഞ്ചിനീയറിംഗ് ജീവനക്കാർ വിവിധങ്ങളായ പ്രശ്നങ്ങളാണ് അഭിമുഖീകരിക്കുന്നത്. ഇത്തരം പ്രശ്നങ്ങളിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ കേരളത്തിന്റെ വികസന മേഖലയെ അത് സാരമായി ബാധിക്കുമെന്നും സമ്മേളനം വിലയിരുത്തി. സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പ്രതിനിധി സമ്മേളനം E. ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. അത് പൊതുസമൂഹത്തിന്റെ സ്വീകാര്യതയുണ്ടാവും,
ജനപ്രതിനിധികളുടെ അംഗീകാരം നിങ്ങൾക്കുണ്ടാകും. തീർച്ചയായും നിങ്ങൾ ചെയ്യുന്ന അത്തരം പ്രവർത്തനങ്ങളെ പിന്നിൽ നിങ്ങളെ സഹായിക്കാൻ എല്ലാ അർത്ഥത്തിലും ജനപ്രതിനിധികളും പുരോഗമന പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. സംസ്ഥാന പ്രസിഡന്റ് കെ വിജയൻ അധ്യക്ഷത വഹിച്ചു. സിഡ്കോ ചെയർമാൻ CT അഹമ്മദ് അലി മുഖ്യാതിഥിയായിരുന്നു. കാസർഗോഡ് നഗരസഭാ ചെയർമാൻ T അബ്ദുള്ള, കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുംതാസ് ഷുക്കൂർ, PA രാജീവ്, SR രാകേഷ് എന്നിവർ സംസാരിച്ചു. സംഘടനയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റായി T ദേവദാസനെ തെരഞ്ഞെടുത്തു. H സിദ്ദിഖാണ് ജനറൽ സെക്രട്ടറി. കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡിന്റെ സ്ഥലം കയ്യേറിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് CPI കാഞ്ഞങ്ങാട് ലോക്കൽ സമ്മേളനം ആവശ്യപ്പെട്ടു. അരയിലാണ് സമ്മേളനം നടന്നത്. മടിക്കൈ അരയിലെ പ്രത്യേകം സജ്ജമാക്കിയ കൂത്താട്ടുകുളം മേരി നഗറിലാണ് CPIയുടെ കാഞ്ഞങ്ങാട് ലോക്കൽ സമ്മേളനം നടന്നത്. സമ്മേളനം മണ്ഡലം സെക്രട്ടറി A ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. ആ ലിസ്റ്റിൽപ്പെട്ട 147 മരുന്നുകൾക്ക് വില നിശ്ചയിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റിയാണ്. ആ മരുന്നിന് എത്ര വില എന്ന് സർക്കാർ നിശ്ചയിക്കുന്നു. ആ ലിസ്റ്റിൽ നിന്ന് ഓരോ ഇനങ്ങൾ എടുത്തു കളയാൻ തുടങ്ങിയപ്പോൾ ഒന്നൊന്നായി UPA സർക്കാർ, കോൺഗ്രസ് സർക്കാർ, BJP സർക്കാർ എല്ലാം ഇത് എടുത്തു കളഞ്ഞപ്പോൾ 2002 ഒരു സന്നദ്ധ സംഘടന സുപ്രീം കോടതിയെ സമീപിച്ചു. ആ കേസിന്റെ വാദം 2010 സുപ്രീം കോടതി കേട്ടത്. സുപ്രീം കോടതി ആ കേസിന്റെ വാദം കേൾക്കുന്നതിനിടെ സർക്കാരിനോട് ചോദിച്ചു, ഇതാ ഈ സന്നദ്ധ സംഘടന പറയുന്ന പ്രശ്നം രാജ്യത്തെ ജനങ്ങളുടെ ജീവൻ പ്രശ്നമാണ്, അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്, ആരോഗ്യത്തിന്റെ പ്രശ്നമാണ്, നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? K വത്സരൻ അധ്യക്ഷനായി. ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ EK നായർ, CP ബാബു, E ചന്ദ്രശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു. CK കുഞ്ഞിരാമൻ പതാക ഉയർത്തി. CK ബാബുരാജ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. KV കുഞ്ഞമ്പു സ്വാഗതം പറഞ്ഞു. പൊതുസമ്മേളനം അഡ്വക്കേറ്റ് V സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. A ദാമോദരൻ അധ്യക്ഷനായി. CK ബാബുരാജ് സ്വാഗതം പറഞ്ഞു. നാടിന്റെ അഭിമാനങ്ങളായി മാറിയ പ്രതിഭകളെ അനുമോദിച്ചു. ശാന്തി കലാമന്ദിരം കിഴക്കൻകരയുടെ നേതൃത്വത്തിലാണ് അനുമോദന സായാഹ്നമൊരുക്കിയത്. ശാന്തി കലാമന്ദിരത്തിന്റെ ആഭിമുഖ്യത്തിലാണ് അനുമോദന ചടങ്ങ് നടന്നത്. ഞാൻ സിനിമയിലെ ബാലതാരം രോഹിത് രാജ്, സംസ്ഥാന സ്കൂൾ തല തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ശ്രീഹരി എന്നിവരെയാണ് അനുമോദിച്ചത്. കിഴക്കൻകര മുച്ചിലോട്ട് സ്കൂളിൽ വെച്ചാണ് അനുമോദന യോഗം നടന്നത്. അനുമോദന യോഗം സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്ത മേഖലകളിൽ അഭിമാനകരമായിട്ടുള്ള 2 പാല പ്രതിഭകളെ അനുമോദിക്കുന്നു. തീർച്ചയായിട്ടും അവരുടെ തുടർന്നുള്ള ജീവിതത്തിൽ വലിയ നിലയിലുള്ള ഉദ്യോഗം മുന്നോട്ട് പോകുന്നതിനുള്ള പ്രേരകമായിട്ടുള്ള ഒരു സാക്ഷ്യം. ഇങ്ങനെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ശാന്തി കലാമന്ദിരം 50 വർഷം പൂർത്തിയാക്കി ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ആ പ്രവർത്തനത്തിൽ ഈ നാട്ടുകാരുടെയൊക്കെ പിന്തുണയുണ്ട് എന്നുള്ളത് വളരെ ഏറെ സന്തോഷകരമായിട്ടുള്ള വാസു ചോറോട് അനുമോദന പ്രഭാഷണം നടത്തി. ശാന്തി കലാമന്ദിരം പ്രസിഡന്റ് MV രാഘവൻ അധ്യക്ഷനായി. ശാന്തി കലാമന്ദിരം സെക്രട്ടറി K വിശ്വനാഥൻ സ്വാഗതവും V നാരായണൻ നന്ദിയും പറഞ്ഞു. കേരള പോലീസ് പെൻഷൻസ് എംപ്ലോയീസ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉദ്ഘാടനം കാഞ്ഞങ്ങാട്ട് നടന്നു. ഹൊസർഗ് പഴയ പോലീസ് സ്റ്റേഷൻ പരിസരത്താണ് ചടങ്ങ് നടന്നത്. കേരള പോലീസ് പെൻഷനേഴ്സ് എംപ്ലോയീസ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉദ്ഘാടനം പോലീസ് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ദിനേശേന്ദ്ര കശ്യപ് ഉദ്ഘാടനം ചെയ്തു. അത് നമുക്ക് എങ്ങനെ ഉപയോഗം ചെയ്യാൻ പറ്റും ജില്ലാ പോലീസിലേക്ക് അത് എസ്പിയുടെ അത് ചെയ്യാൻ പറയാം. ഇപ്പോൾ ഒരു ചെറിയ ഓഫീസ് വഴി എല്ലാവരും ഇപ്പം ഇമെയിൽ വഴിയിൽ വാട്സാപ്പ് വഴിയിൽ എല്ലായിടത്തും പെട്ടെന്ന് കണ്ടാക്ട് ചെയ്യാൻ പറ്റും. ആ ഡേറ്റാബേസ് ഇവിടെ ഉണ്ടാക്കിയ ഡേറ്റാബേസ് ആ ജില്ലാ തലത്തിൽ ഉദ്യോഗസ്ഥൻ കയ്യിൽ സ്പെഷ്യൽ ബ്രാഞ്ച് തന്നെ ഒരു സ്ഥലത്തുണ്ട്. ഉദാഹരണം പോലെ ഒരു പാനത്തൂരിലെ ഒരു ചെറിയ പ്രശ്നമുണ്ടെങ്കിൽ അവിടെ താമസിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ കാറ്റഗറി ഉദ്യോഗസ്ഥൻ ആളാണ് അദ്ദേഹത്തിന് നേരിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. കൂടാതെ നമുക്ക് എന്തെങ്കിലും ആ ഏരിയയുടെ സാധനം വേണമെങ്കിൽ അവർക്ക് പ്രശ്നത്തിൽ വരാതെ നമുക്ക് ചോദിക്കാൻ പറ്റും. ഇപ്പൊ അടുത്തിടയ്ക്ക് 56 പെട്ടെന്ന് വരുന്നുണ്ട്. സൊസൈറ്റി പ്രസിഡന്റ് KV സതീശൻ അധ്യക്ഷനായി. ജില്ലാ പോലീസ് മേധാവി തോംസൺ ജോസ് മെമ്പർഷിപ്പ് വിതരണം നടത്തി.
ഓഡിറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ എം സുധാകരൻ നിക്ഷേപം സ്വീകരിച്ചു. റിട്ടയർഡ് പോലീസ് ഡയറക്ടർ ജനറൽ KJ ജോസഫ്, K കുഞ്ഞികൃഷ്ണൻ, K ശങ്കരനാരായണൻ, TM അനീഫ, DYSP ഹരിശ്ചന്ദ്ര നായിക്ക്, ജില്ലാ പ്രസിഡന്റ് TP സുമേഷ്, ഹോസ്തൃക് SI K ബിജുലാൽ, അഡ്വക്കേറ്റ് A ബാലകൃഷ്ണൻ നായർ, TV കുഞ്ഞിക്കണ്ണൻ, T ശ്രീശുഖൻ, K സന്തോഷ്, P കുഞ്ഞമ്പു നായർ, സുരേഷ് മുരിക്കോളി, KM വിജയൻ എന്നിവർ സംസാരിച്ചു. ബാലകൃഷ്ണൻ കല്ലറ സ്വാഗതവും PV രാജ്കുമാർ നന്ദിയും പറഞ്ഞു. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KSTA ജില്ലാതല അധ്യാപകമേള സമാപിച്ചു. ചെറുകാട് അനുസ്മരണവും നടന്നു. ഹോസ്തൃക് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് KSTA നേതൃത്വത്തിൽ ജില്ലാതല അധ്യാപക കലാമേള നടന്നത്. തൃക്കരിപ്പൂർ MLA K കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നിങ്ങൾ വിദ്യാർത്ഥികളെ കലാമത്സരത്തിന്, കായിക മത്സരത്തിന്, സാഹിത്യ മത്സരത്തിന്, മറ്റു മത്സരം, ശാസ്ത്ര മത്സരം എല്ലാം പഠിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും അതുകൊണ്ട് നടത്തുകയും ചെയ്യുന്ന ആളുകളാണ് അധ്യാപകന്മാർ. അപ്പോൾ അധ്യാപകന്മാർക്ക് ഇതുകൊണ്ട് പരിപാടി വേണ്ടേ? എന്തുകൊണ്ട് സർക്കാർ അധ്യാപകന്മാർക്ക് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുക? അത് സംഘടിപ്പിക്കാതെ വേണമെന്ന് KSTA സംഘടിപ്പിക്കേണ്ടി വരെ എന്തോ എനിക്കറിയില്ലല്ലോ. ഇല്ല. അപ്പോൾ ഗവൺമെന്റിനോട് നമ്മൾ ആവശ്യപ്പെടണം. ഈ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ, അതുപോലെ തന്നെ കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിലെല്ലാം ഇതുപോലുള്ള കലാരംഗത്ത്, കായിക രംഗത്ത്, അതുപോലെ തന്നെ സാഹിത്യ മേഖലയിൽ, ശാസ്ത്ര മേഖലയിലൊക്കെ തന്നെ നന്നായിട്ട് ശോഭിച്ചിട്ടുള്ളവരാണ്, അതെല്ലാം പങ്കാളിത്തം വഹിച്ചിട്ടുള്ളവരാണ് ഇന്നത്തെ അധ്യാപകന്മാർ. പ്രമോദ് വെള്ളച്ചാൽ ചെറുകാട് അനുസ്മരണ പ്രഭാഷണം നടത്തി. KSTA സംസ്ഥാന നിർവാഹക സമിതി അംഗം KV ഗോവിന്ദൻ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി K രാഘവൻ സ്വാഗതവും കൺവീനർ P ദിലീപ് കുമാർ നന്ദിയും പറഞ്ഞു. സ്വച്ഛ ഭാരത് ക്യാമ്പയിനെ പിന്തുണയേകി യുവമോർച്ച പ്രവർത്തകർ. ജില്ലാ ആശുപത്രി പരിസരം ശുചീകരിച്ചാണ് യുവമോർച്ച പ്രവർത്തകർ രംഗത്തിറങ്ങിയത്. ശുചീകരണം BJP മണ്ഡലം പ്രസിഡന്റ് E കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ CK വത്സലൻ അധ്യക്ഷനായി. HR ശ്രീധർ, നാരായണ പൊതുവാൾ, അനിൽ അരീക്കടവ്, സുരേന്ദ്രൻ പറക്കളായി, സുകുമാരൻ അരയി, പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീജിത്ത് പറക്കളായി സ്വാഗതം പറഞ്ഞു. കാസർഗോഡിന്റെ കുള്ളൻ ഇനത്തിൽപ്പെട്ട പശുവിന്റെ പെരുമ ഇനി പഞ്ചാബിലേക്കും. പഞ്ചാബ് മുഖ്യമന്ത്രി പ്രകാശ് ബാദലിന്റെ ഫാമിലേക്ക് നീലേശ്വരത്ത് നിന്നും കാസർഗോഡൻ കുള്ളൻ പശുക്കളെ കൊണ്ടുപോയി. കപില ഇനത്തിൽപ്പെട്ട കാസർഗോഡൻ കുള്ളൻ പശുക്കളുടെ പാലിന് ഏറെ ഔഷധ ഗുണമുണ്ട് എന്നതാണ് പ്രധാന സവിശേഷത. വളർത്താൻ എളുപ്പമുള്ളതും വളരെ ചെറുതുമായ ഇവയെക്കുറിച്ച് ഇന്റർനെറ്റിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച ശേഷമാണ് ബാദൽ തന്റെ ഫാമിലേക്ക് ഇവയെ ആവശ്യപ്പെട്ടത്. പഞ്ചാബ് മുഖ്യമന്ത്രിയുടെ ആവശ്യപ്രകാരം അദ്ദേഹത്തിന്റെ ചീഫ് അഡ്വൈസർ എത്തിയാണ് 2 വീതം കാസർഗോഡ് കുള്ളൻ പശുക്കളെയും 2 വെച്ചൂർ പശുക്കളെയും കൊണ്ടുപോയത്. പഞ്ചാബ് മുഖ്യമന്ത്രിക്ക് 5 പശുവും 1 ബുള്ളും, അതിൽ 2 വെച്ചൂര്, 3 കാസർഗോഡ്, 5 പശുക്കളും 1 കാളയാണ് നമ്മുടെ കാസർഗോഡ് ഡാഫിൻ്റെയും വെച്ചൂരിൻ്റെയും അതിൻ്റെ പ്രചരണാർത്ഥം, അതിൻ്റെ കൂടുതൽ വളർച്ചയ്ക്ക് ഉള്ള എൻ്റെ നന്മയും എല്ലാം ഉദ്ദേശിച്ച് അത് പഞ്ചാബിൽ കൊണ്ടുപോയി അവർ വളർത്തുമ്പം ഇതിൻ്റെ നന്മകൾ അവിടെ മനസ്സിലാക്കാൻ വേണ്ടി മുഖ്യമന്ത്രിക്കൊരു പ്രചോദനം കിട്ടുന്നതിന് വേണ്ടി നമ്മൾ അവിടെ ചോദിച്ചതിൻ്റെ പേരിൽ കൊടുക്കുന്നത്. നീലേശ്വരം നാഗച്ചേരി വയലിലെ കാസർഗോഡ് ഡാർഫ് കൺസർവേറ്റർ സൊസൈറ്റിയുടെ കീഴിലുള്ള ഫിലിപ്പ് മാമ്പള്ളിയുടെ ഫാമിൽ നിന്നും പ്രത്യേക വാഹനത്തിലാണ് പശുക്കളെ കൊണ്ടുപോയത്. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പെരിയയിൽ നടന്ന ഫോട്ടോ പ്രദർശനം ശ്രദ്ധേയമായി. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് പെരിയയിൽ ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചത്. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഫോട്ടോഗ്രാഫർമാരുടെ മികവുറ്റ ഫോട്ടോകളാണ് പ്രദർശനത്തിന് എത്തിച്ചത്. പ്രകൃതി സൗന്ദര്യം ഒപ്പിയെടുത്ത ചിത്രങ്ങളാണ് ഏറെ ഉണ്ടായിരുന്നത്. ദസറ ആഘോഷങ്ങളുടെ ചിത്രങ്ങളും ശ്രദ്ധേയമായി. ഉറഞ്ഞാടുന്ന തെയ്യങ്ങളും ബേക്കൽ കോട്ടയുടെ പൂർവ്വകാല ചിത്രവും പ്രദർശനത്തിൽ ഇടം പിടിച്ചു. ദൃശ്യവിരുന്നിന് കാഴ്ചക്കാരാകാൻ 100 കണക്കിന് ആളുകൾ എത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. പെരിയ ടൗണിലാണ് ഫോട്ടോ പ്രദർശനം ഒരുക്കിയത്. MLA-മാരായ K കുഞ്ഞിരാമൻ, E ചന്ദ്രശേഖരൻ തുടങ്ങിയ പ്രമുഖരും ഫോട്ടോ പ്രദർശനം കാണാൻ എത്തിയിരുന്നു. തുടർന്ന് പെരിയ ബാങ്ക് ഹാളിൽ നടന്ന AKPA-യുടെ കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം K കുഞ്ഞിരാമൻ MLA ഉദ്ഘാടനം ചെയ്തു. നാലോ അഞ്ചോ അല്ലെങ്കിൽ 1 മാസവും കഴുകി കൊടുത്താൽ അതൊരു ഫോട്ടോ ആയി കാലത്തിലാക്കുന്നു. ഇന്നത്തെ ഈ ആധുനിക സംവിധാനത്തിൽ ഫോട്ടോ എടുത്ത് അപ്പം തന്നെ നേരിട്ട് കൊടുക്കുന്ന ഒരു സംവിധാനം വന്നതോടുകൂടി അതിൻ്റെ പല സംവിധാനങ്ങളും പുതിയ ഇറങ്ങിയോടുകൂടി മാറി വരുന്നത് പ്രധാനപ്പെട്ട ഘടകമാണ്. മേഖലാ പ്രസിഡന്റ് രമേശൻ മാവുങ്കാൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ഗോവിന്ദൻ ശങ്കരങ്ങാട്, KC അബ്രഹാം, ഹരീഷ് പാലക്കുന്ന്, ചന്ദ്രൻ വെടിക്കുന്ന്, പ്രശാന്ത് തൈക്കടപ്പുറം, ശിവൻ തണ്ണോട്ട് തുടങ്ങിയവർ സംസാരിച്ചു.
പുതിയ ഭാരവാഹികളായി കലാധരൻ പെരിയ പ്രസിഡന്റ്, ഗിഗേഷ് ഓറഞ്ച്, ഉണ്ണിബാനം വൈസ് പ്രസിഡന്റ്, സണ്ണി മാണിശ്ശേരി സെക്രട്ടറി, പ്രശാന്ത് ഹരിത റിഞ്ചുമോൻ ജോയിന്റ് സെക്രട്ടറി, അനിൽ ബേക്കൽ ഖജാൻജി, ബാലകൃഷ്ണ ഹെഗ്ഡെ PRO എന്നിവരെ തെരഞ്ഞെടുത്തു. കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ വർക്കേഴ്സ് ഫെഡറേഷൻ STU കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം സമാപിച്ചു. തിരിച്ചറിയൽ കാർഡ് വിതരണവും നടന്നു. പുതിയകോട്ട ലീഗ് ഹൌസിലാണ് കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ വർക്കേഴ്സ് ഫെഡറേഷൻ STU കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം നടന്നത്. സമ്മേളനം STU സംസ്ഥാന വൈസ് പ്രസിഡന്റ് A. അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികളായാലും ശരി, മറ്റ് ആസ്പത്രി തൊഴിലാളികളായാലും ശരി, മറ്റേത് വ്യാപാര സ്ഥാപനങ്ങളിലെ തൊഴിലാളികളായാലും ശരി, തെരുവ് കച്ചവടക്കാരായാലും ശരി, അവർക്കൊക്കെ അഭിമാനകരമായ ഒരു അസ്തിത്വം ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലാണ് സ്വന്തം തൊഴിലാളി യൂണിയന്റെ കീഴിൽ ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ വർക്കേഴ്സ് യൂണിയന്റെ പ്രവർത്തനങ്ങൾ ശക്തമായിട്ടുണ്ട്. അതൊക്കെ കരീമ സൂചിപ്പിച്ചതുപോലെ കാസർഗോഡ് നേരത്തെ തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങളായിരുന്നു. ആദ്യഘട്ടത്തിൽ 100 തൊഴിലാളികളെയാണ് ക്ഷേമനിധി അംഗങ്ങളാക്കി. വിപുലമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കമ്മിറ്റികളൊക്കെ പുനഃസംഘടിക്കപ്പെട്ടത്. പുതിയ മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പുകളുടെ കമ്മിറ്റിയാണ് അഷ്റഫിന്റെ നേതൃത്വത്തിൽ, കരീമിന്റെയും ദാസിന്റെയും നേതൃത്വത്തിൽ ഇപ്പോൾ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു. തൊഴിലാളികൾക്കുള്ള ക്ഷേമനിധി അംഗത്വ വിതരണം A. ഹമീദ് ഹാജി നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് എടനീർ അധ്യക്ഷനായി. മണ്ഡലം ലീഗ് ജനറൽ സെക്രട്ടറി MP ജാഫർ, കുഞ്ഞാമത് പുഞ്ചാവി, ഷംസുദ്ദീൻ IT, അബ്ദുൾ റഹ്മാൻ മേസ്ത്രി, പാലാട്ട് ഇബ്രാഹിം ഹാജി, മുഹമ്മദ് അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. കരീം കുശാൽ നഗർ സ്വാഗതവും റാഷിദ് പൂരണം നന്ദിയും പറഞ്ഞു. CPIM കൊട്ടിലങ്ങാട് ബ്രാഞ്ച് സമ്മേളനം സമാപിച്ചു. ആദ്യകാല പാർട്ടി അംഗം K. ഭാസ്കരൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. CPIMന്റെ കൊട്ടിലങ്ങാട് ബ്രാഞ്ച് സമ്മേളനം CPM ഏരിയ കമ്മിറ്റി അംഗം P. ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം രാജ്യത്തില്ലാത്ത സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം പല മുതലാളിത്ത രാജ്യങ്ങളും സാമ്പത്തിക രംഗത്ത് നിന്ന് കരകയറാൻ വേണ്ടിയുള്ള വലിയ ശ്രമം നടത്തി. അത് പൂർണ്ണമായി നമ്മുടെ പാവപ്പെട്ട തൊഴിലാളികളുടെ കൂലിയും അതുപോലെ തന്നെ അവരുടെ ക്ഷേമ പെൻഷനുകളെല്ലാം നിർത്തുന്ന നിലയിൽ കാര്യങ്ങൾ പോകുന്ന സ്ഥിതിവിശേഷമുണ്ടായി. K. ശൈലേന്ദ്രൻ അധ്യക്ഷനായി. K. ഭാസ്കരൻ പതാക ഉയർത്തി. CV ദാമോദരൻ സ്വാഗതം പറഞ്ഞു. MBBS സെലക്ഷൻ കിട്ടിയ കാട്ടുകുളങ്ങരയിലെ അർജുനെ വലിയ വീട് തറവാട് കമ്മിറ്റി അനുമോദിച്ചു. MBBSന് സെലക്ഷൻ കിട്ടിയ കാട്ടുകുളങ്ങരയിലെ ബാലകൃഷ്ണൻ മാസ്റ്ററുടെ മകൻ അർജുനന് കാട്ടുകുളങ്ങര വലിയ വീട് തറവാട് കമ്മിറ്റി അനുമോദനം നൽകി. തറവാട് കമ്മിറ്റിയുടെ ഉപഹാരം ക്ഷേത്ര പൂജാരി കുഞ്ഞിരാമൻ സമ്മാനിച്ചു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷനായി. ചന്ദ്രൻ ആലുങ്കാൽ, പ്രദീപൻ കുന്നുമൽ, സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി രവിചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. CPIM മുക്കൂട് ബ്രാഞ്ച് സമ്മേളനം സമാപിച്ചു. ഡോക്ടറേറ്റ് നേടിയ കല്ലുവരമ്പത്തെ ശാലിക്ക് അനുമോദനം നൽകി. CPIM മുക്കൂട് ബ്രാഞ്ച് സമ്മേളനം DYFI ജില്ലാ ട്രഷറർ അഡ്വക്കേറ്റ് K. രാജ്മോഹനൻ ഉദ്ഘാടനം ചെയ്തു. പുതിയ കാലത്തെ മുന്നേറ്റത്തിനും പുതിയ കാലത്തെ പ്രയാണത്തിനും തീർച്ചയായിട്ടും ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രം പഠിക്കുകയും ആ ചരിത്രത്തിൽ പഴയകാല സഖാക്കൾ നടത്തിയിട്ടുള്ള ത്യാഗോജ്വലമായിട്ടുള്ള പോരാട്ടവും പ്രവർത്തനവുമെല്ലാം നമ്മുടെ പാർട്ടിയുടെ മുന്നോട്ട് പോക്കിന് ഏറെ അനിവാര്യമായിട്ടുള്ള സംഗതിയാണ്. M. ബാലകൃഷ്ണൻ, AV പവിത്രൻ, K. രാജേന്ദ്രൻ, O. മോഹനൻ, ദാമോദരൻ കണ്ണോത്ത് എന്നിവർ സംസാരിച്ചു. മൈസൂർ സർവകലാശാലയിൽ നിന്നും പോളിമർ സയൻസിൽ ഡോക്ടറേറ്റ് നേടിയ കല്ലുവരമ്പത്ത് ശാലിയെ അനുമോദിച്ചു. ആദ്യകാല പാർട്ടി അംഗം V. കുട്ട്യൻ പതാക ഉയർത്തി. KV ബാലകൃഷ്ണൻ അധ്യക്ഷനായി. ബ്രാഞ്ച് സെക്രട്ടറി V. നാരായണൻ സ്വാഗതം പറഞ്ഞു. കൈകമ്പ ബായ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് DYFI സമരരംഗത്ത്. DYFI ഉപ്പള വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഞ്ചേശ്വരം MLA PB അബ്ദുറസാഖിന്റെ വസതിയിലേക്ക് പ്രവർത്തകർ മാർച്ച് നടത്തി. ഉപ്പള നായ ബസാർ വില്ലേജ് ഓഫീസ് പരിസരത്ത് നിന്നായിരുന്നു മാർച്ച് ആരംഭിച്ചത്. മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. MLAയുടെ വസതിക്ക് മുന്നിലെത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു.
പോലീസ് തടഞ്ഞതിനെ തുടർന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ MLAയുടെ വസതിക്ക് മുന്നിൽ കുത്തിയിരുന്നു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. പ്രവീൺ കുമാർ അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം CA സുബൈർ, BA ബഷീർ, നവീൻ കമ്പാർ, പ്രശാന്ത് കനില എന്നിവർ സംസാരിച്ചു. സത്യഘടകം മടിയൻ കണ്ണച്ചംവീട് ഘടകത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. കട്ടിലവെക്കൽ ചടങ്ങ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. സത്യഘടകം മടിയൻ കണ്ണച്ചംവീട് ഘടകത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. കട്ടിലവെക്കൽ ചടങ്ങ് ശില്പി പ്രഭാകരൻ, വിശ്വകർമാതാക്കളായ ലോഹിതാക്ഷൻ, മധു, കണ്ണൻ മേസ്ത്രി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടന്നു. ആചാരക്കാരുടെയും ക്ഷേത്രജ്ഞന്മാരുടെയും സാന്നിധ്യത്തിലാണ് ചടങ്ങുകൾ നടന്നത്. മടിയൻ ക്ഷേത്രപാല ക്ഷേത്രം ട്രസ്റ്റി ചെയർമാൻ VM ജയദേവൻ, ക്ഷേത്രേശ്വരന്മാരായ രാമകൃഷ്ണൻ, ഗോവിന്ദൻ, ഗോപാലൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. മുത്തപ്പനാർക്കാവ് കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടന്നു. മുത്തപ്പനാർക്കാവ് ക്ഷേത്ര ഓഡിറ്റോറിയത്തിലാണ് ക്യാമ്പ് നടന്നത്. കാഞ്ഞങ്ങാട് മുത്തപ്പനാർക്കാവ് കൾച്ചറൽ സെന്ററിന്റെയും കാഞ്ഞങ്ങാട് ടൗൺ ലയൺസ് ക്ലബിന്റെയും നേതൃത്വത്തിലാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടന്നത്. ക്യാമ്പ് മുനിസിപ്പൽ ചെയർപേഴ്സൺ K ദിവ്യ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണ സാധനങ്ങളും പച്ചക്കറിയായാലും മറ്റു ധാന്യങ്ങളായാലും നമ്മൾ നമ്മുടെ സംസ്ഥാനത്തിന് പുറത്ത് ഉള്ള സംസ്ഥാനങ്ങളെ ആശ്രയിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. പണ്ടുള്ള കാലങ്ങളിൽ നമുക്ക് വേണ്ടുന്ന ആഹാര സാധനങ്ങൾ നമ്മൾ തന്നെ ഉത്പാദിപ്പിച്ചിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ ജീവിത തിരക്ക് മൂലം നമ്മുടെ പല ആൾക്കാരും ഇപ്പൊ സർക്കാർ ജോലികളും ഇതൊക്കെ മുഴുകിയിരിക്കുന്ന ഈ അവസരത്തിൽ കൃഷി ചെയ്യാനും അതിനുള്ള സമയം ലഭിക്കാത്തത് മൂലമൊക്കെ പ്രധാനമായിട്ടും നമ്മൾ കടകളെ തന്നെയാണ് നമ്മുടെ ഭക്ഷണ സാധനങ്ങൾക്ക് വേണ്ടി ആശ്രയിക്കുന്നത്. പക്ഷെ നമ്മുടെ സർക്കാർ ഇന്നിപ്പോൾ പല രീതിയിലും നമ്മുടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പലതരം പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. നമ്മുടെ തരിശായി കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ കൃഷി ചെയ്യാൻ വേണ്ടി പല പദ്ധതികളും കൃഷിഭവൻ മുഖേനയും അതുപോലെ തദ്ദേശ സ്ഥാപനങ്ങൾ മുഖേനയും നടപ്പിലാക്കി വരുന്നുണ്ട്. ലയൺസ് ക്ലബ് ജില്ലാ ഗവർണർ ലയൺ AK മാത്യു മുഖ്യാതിഥിയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K ശോഭ, കൗൺസിലർ P സുശാന്ത്, കൊവ്വൽ ദാമോദരൻ, M കുഞ്ഞമ്പാടി, A മോഹനൻ നായർ, VV രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. ലയൺ നാരായണശനായി സ്വാഗതവും TV സുരേന്ദ്രമോഹൻ നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക മന്ത്രാലയം വേണമെന്ന് മുൻ കേന്ദ്രമന്ത്രി O രാജഗോപാൽ. ഭാരതീയ മത്സ്യപ്രവർത്തക സംഘം സംസ്ഥാന സമ്മേളനത്തിന് സമാപനം. കേബിൾ TV ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മ CCN കേബിൾ വരിക്കാർക്കായി നടത്തിയ സമ്മാന പദ്ധതി നറുക്കെടുത്തു. വിജയികളുടെ പ്രഖ്യാപനം നടന്നു. ബേക്കൽ ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിന് തുടക്കം. മത്സരത്തിൽ മാറ്റുരയ്ക്കാനെത്തിയത് 100 കണക്കിന് വിദ്യാർത്ഥികൾ. കേരള പോലീസ് പെൻഷനേഴ്സ് എംപ്ലോയീസ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തനം തുടങ്ങി. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ ജില്ലാതല അധ്യാപക കലാമേളയ്ക്ക് സമാപനം. കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡ് സ്ഥലം കയ്യേറിയവർക്കെതിരെ നടപടി വേണമെന്ന് CPI കാഞ്ഞങ്ങാട് ലോക്കൽ സമ്മേളനം. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനത്തിന്റെ ഭാഗമായി പെരിയയിൽ ഒരുക്കിയ ഫോട്ടോ പ്രദർശനം ശ്രദ്ധേയമായി. പത്താമുദയ ഉത്സവം നാടെങ്ങും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. മുളവന്നൂർ ഭഗവതിക്ക് നിറപറ സമർപ്പിക്കാൻ കർഷകരെത്തി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.